ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ആ ചിത്രത്തിന് ആരാണ് സെൻസർ കൊടുത്തത്, ഈ നടി എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ കണ്ട പ്രേക്ഷകർക്ക് പോലും ഇത് അത്തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരുടെ ചിന്തയെ തന്നെ ഒന്നും കൂടെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഒരു ചിത്രത്തിന്റെ ഇല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണല്ലോ ആ സംസാരം. അതിനെങ്ങനെയാണ് നോക്കുന്നത്? എന്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോരുത്തരും സിനിമയെ ഓരോ തരത്തിലാണ് കാണുന്നത്. വളരെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കും ഓരോ സിനിമയെക്കുറിച്ച് ഓരോരുത്തർക്കും ഉള്ളത്. അത് നല്ലതോ ചീത്തയോ എന്തായാലും അതിനെ എങ്ങനെ വേണം സ്വീകരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പം എൻ്റെ സിനിമയെ ഇങ്ങനെ തന്നെ എല്ലാവരും കാണണം, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കണമെന്ന് ഒരു ഫിലിം മേക്കർ വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സിനിമ കണ്ടിട്ട് അവരെ അതെങ്ങനെ സ്വാധീനിച്ചു എങ്ങനെയാണെന്നുള്ള ഓരോ വളരെ വ്യക്തിപരമാണത് എല്ലാവർക്കും. അപ്പം ബാബുചേട്ടന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ചിത്രം IFFK സ്ക്രീൻ ചെയ്തപ്പം യഥാർത്ഥത്തിൽ ആ ചിത്രം കാണാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിന് പുറത്ത് നമ്മളൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കീ പീപ്പിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന വിഷയം ഇവിടുത്തെ പ്രേക്ഷകരെ എന്താ പട്ടിയോട് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ചിത്രം തിയേറ്ററിൽ വന്ന് ആരൊക്കെയാണ് കാണാൻ കയറുക, ഇത്തരത്തിൽ കാണാൻ നിൽക്കുന്ന ഒരു ആസ്വാദനം കൊണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ആളുകളെ പുച്ഛിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംസാരമൊക്കെ ഇവിടുത്തെ രഞ്ജിത്ത് സാർ അടക്കം സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റും നാളെ ഇത്തരത്തിലേക്ക് സ്ക്രീൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ സിനിമകൾ കാണാൻ ആളുകൾ വരണം, ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ സിനിമ കാണണം തന്നെയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക ഒരു ഫിലിം മേക്കർ എന്ന രീതി. അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു കൃത്യ ഇൻസിഡൻറ്റിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആർക്കും അങ്ങനെ വേറൊരാൾക്ക് അങ്ങനെ സിനിമ കാണരുത് എന്നുള്ള ബോധപൂർവമുള്ള ആലോചനകളോ പ്ലാനുകളോ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഈ സിനിമകൾ പല സിനിമകൾക്കും എതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നു. ഇപ്പൊ താങ്കളുടെ സിനിമയാണെങ്കിൽ എതിർ ശബ്ദങ്ങൾ ഉയരുന്നു. അത് പറയുന്നത് തന്നെ ഒരു താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് പറയുന്നത്. താങ്കളൊപ്പം അത് എത്രമാത്രം ഉൾക്കൊള്ളും? വെറുതെ രസകരമായ മറുപടി പറഞ്ഞാണ് താങ്കൾ പോയത്. ശരിക്കും താങ്കൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? മനസ്സ് തുറന്നു പറയണേ. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ മുകുന്ദനോണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് വരാവുന്ന റിയാക്ഷൻസിനെ പറ്റി പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ബാബുചേട്ടൻ എന്നെ നേരിട്ട് വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം അതിലും പറഞ്ഞത്. എനിക്കതിൽ പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവല്ലോ. ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാനും പറ്റണമല്ലോ. നമ്മൾ അപ്രിസിയേഷൻ എത്രത്തോളം സ്വീകരിക്കുന്നോ അത്രത്തോളം തന്നെ ക്രിറ്റിസിസത്തിനെയും നമ്മൾ കാണണമല്ലോ. ഇത് രണ്ടും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. മുമ്പത്തെ തീരമൊക്കെ കാണാൻ നേരത്ത് ക്രൗഡിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചിത്രീകരിച്ചൊരു ഫീലുണ്ട്. നമ്മള് മുമ്പ് ചാപ്പാക്കുരിശിലൊക്കെ കാണാൻ നേരത്ത് ക്രൗഡിന്റെ ഇടയിലേക്ക് ക്യാമറ കൊണ്ടുപോയിട്ട് അതിന്റെ ഇടയിൽ തന്നെ അവരെ ഒരു എന്താണ് ഓരോ പ്ലേസ്മെന്റ്സ് ആക്കിയിട്ട് എടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രത്തിലും പ്രൊമോ കണ്ടന്റ്സ് ഒക്കെ കണ്ടപ്പം ക്രൗഡിന്റെ ഇടയിൽ ചിത്രീകരിച്ച രീതിയിൽ ഉള്ളൊരു വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മേക്കിംഗ്? പ്രത്യേകിച്ച് തമിഴ്നാട്, മുംബൈ പോലുള്ള സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളങ്ങനെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും നമുക്കറിയാം. അതിനെ ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ്റെയും ബാക്കി കൂടെയുള്ള കോവർക്കേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൂടി നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റ് വരുമ്പോൾ തൊട്ട് അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. അത് പ്രീ പ്രൊഡക്ഷന് മാക്സിമം പഠിച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ ഉണ്ട്. അത് നന്നായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ്. ലഭിച്ചതിനൊക്കെ ശേഷമാണ് ഇതൊന്ന് പ്രസ് മീറ്റിനൊക്കെ വരുന്നത്. അവാർഡിന് കണ്ടതിന് ശേഷം പിന്നെ കണ്ടിട്ടൊന്നുമില്ല. ഈ സിനിമയോട് കൂടിയാണ് കാണുന്നത്. എന്തുകൊണ്ട് വിശേഷങ്ങൾ എല്ലാം ഒന്നും ഷെയർ ചെയ്യാൻ നന്നായിരിക്കും തോന്നുന്നു. ഒരുപാട് സന്തോഷം. നല്ലൊരു ടീമിൻ്റെ ഭാഗമാവുക, നല്ലൊരു സിനിമ ചെയ്യാൻ നല്ലൊരു സന്തോഷമായിരുന്നു. ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഞങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായി വന്നിട്ടാണ് വിശ്വാസം. ഇനി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ട. ഈ ടീമിലേക്ക് എങ്ങനെയാണ്? ഇതൊരു ടീമാണ്. ആ ടീമിലേക്കാണ് വിചാരണകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് എല്ലാ ടീമിൽ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൊതിച്ചിട്ടുള്ളതാണ്. ഇവർ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാവുന്നപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ താങ്ക് യു. അപ്പം അങ്ങനെ ഇതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഈ ഫിലിം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ലൈഫിലുണ്ടായ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് പറഞ്ഞത്. കാരണം സിനിമയോടുള്ള ആബ്സല്യൂട്ട് പാഷനാണ്. സിനിമയോടുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സോ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ സിനിമയെ ആബ്സല്യൂട്ട് സ്നേഹിച്ചിട്ട്
ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും നന്നായി വന്നതെന്നാണ് വിശ്വാസം. ഭാവന പ്രകൃതി വിട്ട് ഒരു അർബൻ കൾച്ചറിലേക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലോ ഈ ചിത്രത്തിന്റെ ഒരു ഇത് കണ്ടത്. അപ്പം ഒരു പക്ക സ്വാഭാവികമായിട്ട് ഒരു ചിത്രത്തെ സമീപിക്കുന്ന ഒരു ആക്ടറാണ് ബിജുവേട്ടൻ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ? ഞാൻ ആദ്യമേ തന്നെ എൻ്റെ അടുത്ത് ഈ സിനിമയുടെ ഒരു കഥയായിട്ടൊന്നും ഇവർ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ട്രാവൽ ബിജുവേട്ടാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. പിന്നെ നമുക്കിതൊരു കംഫർട്ട് സോൺ എന്ന് പറയില്ലേ, നമ്മൾ സിനിമ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന അറിയാം നമ്മുടെ ഒരു മൂഡും കാര്യങ്ങളായിട്ട് ഓരോ സീൻസും ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. ഒരു ആക്ടർ നിൽപ്പേര് ഞാനൊരു ആക്ടർ എന്ന രീതിയിൽ എനിക്കുണ്ടാകുന്നൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ട് സോൺ വലിയൊരു ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ സിനിമയിലൊക്കെ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഏറ്റവും നല്ല കംഫർട്ട് സോണായിരുന്നു. പിന്നെ ഇവരെല്ലാം നമ്മുടെ മൂഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ വളരെയധികം കൺവിൻസ് ചെയ്യും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പോകുന്നറിയാം അങ്ങനത്തെ ഒരു റിവീൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ട്രാവലും എല്ലാം ഉൾപ്പെട്ടൊരു സിനിമയാണ്, സസ്പെൻസ് ഉള്ള സിനിമയാണ്. അപ്പം എല്ലാത്തിനും നമുക്കൊരു വളരെ കംഫർട്ട് പറയാൻ പറ്റില്ല, ഭയങ്കര കംഫർട്ട് സോൺ തന്നു. ഏറ്റവും റിലാക്സ് ആയിട്ട് ചെയ്ത സിനിമയാണ്. എന്നാൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. കംഫർട്ടബിൾ ആയിരുന്നു. ഒരു മേക്കർ എന്ന അർത്ഥത്തിൽ വിനയേട്ടൻ ഇവരുടെ ടീമിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എങ്ങനെയാണ് ഒരു മേക്കിംഗ് സ്റ്റൈല്? നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്, എന്താണ് മഹേഷിന്റെ പ്രതികാരമൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് 2-3 മാസം മുമ്പേ അവിടെ ചെന്ന് ദിലീഷേട്ടനും ശ്യാമേട്ടനൊക്കെ ചെന്നു ആ ഒരു പശ്ചാത്തലത്തിൽ വെച്ചിട്ടാണ് ആ കഥയുടെ ഇച്ചിരി കൂടെ പ്രോസസ് ചെയ്ത് എടുത്തതെന്നൊക്കെ കിട്ടും. അവിടെ ഒരു ഫിലിം മേക്കർ എന്ന അർത്ഥത്തിൽ ഈ ചിത്രത്തെ അതിന്റെ ഒരു പ്രോസസ്സിനെയൊക്കെ അല്ലെങ്കിൽ ഷൂട്ടിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഗ്രോ ആവുന്നതിനെ നോക്കി കണ്ടിരുന്നു. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിനും ഉണ്ടാവില്ല. എല്ലാ സ്ട്രെയിനും ഇവരാണ് എടുക്കുന്നത്. നമ്മൾ ഭയങ്കര എന്താ പറയുക സമാധാനത്തിലാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവന്മാരുടെ കയ്യിൽ എന്ത് കാശുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൂടെ ഷൂട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് ഡേയ്സ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഓട്ടമാണ് ഞാനൊക്കെ. അപ്പോൾ ലിറ്ററലി ഒരു മോണിറ്ററിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ പടം ഡയറക്റ്റ് ചെയ്യാറില്ല. എൻ്റെ കയ്യിലൊരു ക്ലാം ഷെഡ് പോലത്തൊരു സാധനം ഉണ്ടാവും, അത് വെച്ചിട്ട് ഈ എന്താ പറയുക ഓട്ടമാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ റിലാക്സ് ചെയ്ത് സിനിമ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത പ്രൊഡ്യൂസർ ചിലപ്പോൾ ഞെട്ടുന്നുണ്ടാവും. പക്ഷേ ഭയങ്കര ആക്ടേഴ്സിന് ഭയങ്കര കംഫർട്ടാണ്, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ സിംഗ് സൗണ്ട് ആയതുകൊണ്ട് വേറെ രീതിയിലാണ് നമ്മുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ ആ സ്പോട്ടിൽ നമ്മളെങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ തന്നെയാണ് അത് പുറത്ത് വരുന്നത്. ഡബ് ചെയ്യുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഷാനുവിനൊന്നും ഡബ് ചെയ്യുന്നതിനേക്കാളും ഷാനു സിംഗ് സൗണ്ട് പ്രിഫർ ചെയ്യുന്നത് ഷാനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടൊരു സിനിമയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സിനിമ സിംഗ് സൗണ്ട് ചെയ്യില്ല, എനിക്ക് ഡബ് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടം. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ ആക്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള കുറേ പ്ലസ് ഉണ്ട്.